പറച്ചോനെ വാവല്ല പോണത്. ചെക്കനെ മുണ്ടാതെ പോണ്. അല്ലെങ്കിൽ ഇങ്ങനെ വരുമല്ലോ. ഇപ്പൊ മുണ്ടൂണില്ല. ആവാ ഏടാ ഇവിടെ നാടാ ഇങ്ങോട്ട് വാ. ഒരു കാര്യം പറയാം. കുഞ്ഞാപ്പോ എന്താ കാട്ടണ്? ഞാൻ എന്താ കാരണം മനസ്സിലായില്ലേ? ഞാൻ അങ്ങോട്ട് അർജന്റായിട്ട് പോകുന്നു. അനക്കിപ്പോ അല്ലെ ഫോമൊക്കെ കൂടിക്കണ്. എന്താ ഞാൻ വിളിച്ചിട്ട് മുണ്ടാതെ കണ്ടിട്ട് മുണ്ടാതെ പോവല്ലേ ജി? അല്ലേ കുഞ്ഞാപ്പോ, ഞാൻ ഇവിടെ വിളിച്ചപ്പോഴാ കേട്ട്. അല്ലെങ്കിൽ കേൾക്കും. അല്ലെങ്കിൽ 24 മണിക്കൂർ ഉമ്മയും പറയും 24 മണിക്കൂറും പെരേ വരും. ആകെ ശരിയാണ്. ശരിയാ, ഞാൻ ഇക്കും അറിയാം, മാക്കും അറിയാം. അത് എന്നും ഒരു പോലെ ആവില്ല. ചിലപ്പോ ചില ദിവസങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പത്തിന് ഡിമാൻഡ് കൂടി. വന്നില്ലേ കുഞ്ഞാപ്പോ? വിളിച്ചിട്ടല്ലേ വന്നത്? വാവ് വന്നില്ല എന്റെ അടുത്തേക്ക്. വന്നിട്ട് ഞാൻ വിളിച്ചിട്ടല്ലേ വന്നത്. അല്ല പിന്നെ ഞാൻ കാണാൻ നേരെ എന്തപ്പോ പറഞ്ഞാല് അത് ഞങ്ങൾക്കല്ല, ഇന്ന് ഞങ്ങൾ നോമ്പറക്കാൻ പോവുകയാണ്. എവിടേക്ക്? മൂത്താപ്പാടക്ക് ഒരിച്ചു കൂടി പോവാറിഞ്ഞു ഉമ്മ. അപ്പൊ ഞങ്ങൾ നോമ്പറക്കാൻ പോവുകയാണ്. അപ്പൊ ഉമ്മ അറിഞ്ഞേ എടാ എന്നോട് പറയാണ് ഇമ്മാനത്ത് കജ്ജിയിൽ കായില്ല, ഫ്രൂട്ടൊക്കെ വാങ്ങണ്ടേ, ഇക്കല്ല മൂത്താപ്പാടക്ക് കൊണ്ടുവരക്കണ്ടേ. അപ്പൊ ഉമ്മ അറിയും മൂത്താപ്പാക്ക് നല്ല ഇഷ്ടം പൈറ്റിൻ്റെ അല്ല. അപ്പൊ ഉമ്മ അറിഞ്ഞ് ഈ പൈറ്റിൻ്റെ അല്ലാണ്ട് കൊണ്ടുവരക്കാം. ഉമ്മാന്റെ കജ്ജിയിൽ അങ്ങനെ കായില്ല കുഞ്ഞാപ്പോ. അപ്പൊ എന്താ ചെയ്യാ, ഫ്രൂട്ട് വാങ്ങാനൊന്നും കജ്ജിയിൽ കായില്ല. അപ്പൊ ഈ വയറ്റിൻ്റെ ഇല കൊടുക്കച്ച് കുറച്ച് ഉള്ളി കൊണ്ടുവരാണ്. ഇതാകുമ്പോ വെറുതെ കിട്ടണല്ലേ? ഇത് വെറുതെ കിട്ടണല്ലേ? ഇത് കൊടുക്കും ചെയ്യാ, സന്തോഷാവും ചെയ്യില്ലേ? അറിയും നോമ്പകാലത്ത് തിന്നോ. അപ്പൊ മുത്താപ്പാക്ക് മുത്താജിന് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുമല്ലോ മുത്തുമ്മ. കഞ്ഞി ഷുഗറാ. അത്ര കഞ്ഞി കുടിച്ചാൽ ഷുഗർ കൂടുവോ? ഷുഗറാണ്. മുത്താപ്പ കഞ്ഞിയല്ല, എന്താ ഗോതമ്പ് കഞ്ഞിയോ അങ്ങനത്തെ കഞ്ഞി പറഞ്ഞു. ഓട്സ്. അത് കുഴപ്പമില്ല, അതിന് ഷുഗർ ഇല്ല. അതിൽ കൂടി കൂട്ടിട്ട് ഉമ്മ പറഞ്ഞു പൈറ്റിന്റെ ഇല അതും കൂട്ടിട്ട് തിന്നാന്ന് പറഞ്ഞു. അപ്പൊ പാവല്ലേ? പാവാണ് എന്റെ ഉമ്മ. കജ്ജിയിൽ കായില്ല. എന്നോട് പറയാനേ ഇവിടെ അയമാക്ക എല്ലാവർക്കും ഇറ്റ് കൊടുത്തിരുന്നു. ഇവിടെ കോളനിക്കും ഒക്കെ ഞങ്ങളെ അവിടെ ഉള്ള അയമാക്ക ഞങ്ങൾക്ക് തന്നില്ല. അയമാക്ക എന്റെ അമ്മ പണക്കാത്തി അത്ര. 4 പേരായിട്ട് പണിയെടുക്കാൻ പണക്കാത്തിയാ. അയമാക്ക വിചാരിച്ചിട്ടുണ്ടാവും 4 പേരൊക്കെ പണിക്കോണല്ലോ. അപ്പൊ അതിലെ പൈസ അയമാക്ക ഇതാണ് ഓരെപ്പോലുള്ള ആൾക്കാർക്ക് ഓരെപ്പോലത്തെ പണക്കാർക്കൊക്കെ കൊടുത്തു. ആടാ ഇമ്മാക്ക് തന്നില്ലടാ. പണക്കാർക്ക് കൊടുത്ത്? പണക്കാരല്ല, എന്നാലല്ലേ അറിയുള്ളൂ. പിന്നെ അവിടുത്തെ കോളനിത്തെ ആൾക്കാർക്കൊക്കെ കൊടുത്തു. പണക്കാർക്ക് കൊടുത്തിട്ട് കാര്യമില്ല, പാവങ്ങൾക്ക് തെരഞ്ഞെടുത്ത് കൊടുക്കണം. പാവപ്പെട്ടവരൊക്കെ ഇമ്മ പറയും നമ്മള് നോമ്പകാലത്തൊക്കെ, നോമ്പകാലത്തല്ല ഏത് കാലത്തും നമ്മള് ചോറ് കഴിച്ചാലും മറ്റുള്ള പെരയിൽ ചോറ് കഴിച്ചിട്ടുണ്ടെന്ന് നമ്മൾ നോക്കണം, അന്വേഷിക്കണം. ഇപ്പത്തെ കാലത്ത് ആരും അന്വേഷിക്കണം? അവരാരെ വയറ് നോക്കാന്നല്ലാതല്ലേ. അങ്ങനത്തെ വയറ് നോക്കൂലേ? അതൊന്നും ഇപ്പത്തെ കാലത്ത് എന്താ പറയാ, മറ്റുള്ള സ്ഥലത്ത് പട്ടിണി എടുക്കുന്നത് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സന്തോഷിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇമ്മ പറയോ എപ്പോഴും എന്താണ്, ചിലപ്പോ ഒരു ഊക്കില് പറയൂട്ടാ ഉമ്മ. അങ്ങനെ ഇങ്ങനെ പറഞ്ഞാലും ചിലപ്പോ ഒരു ഊക്കില് പറയൂ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ പ്രാകരുത്, മറ്റുള്ളവരെ നശിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കരുത്. മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിൽ അല്ലേ ഇപ്പൊ ഒരു സോപ്പ് മറ്റുള്ളവർ ഗൾഫിൽ പോയാലേ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ കിട്ടുവോ? ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരെ തട്ടു. അതൊക്കെ പോട്ടെ, ഇത്ര ധൃതിയിൽ പോയത്. ഞാനേ അവിടെ ഒരാള് വരാന്ന് പറഞ്ഞത്. എനിക്ക് എന്നും ഒരാളുണ്ട്. ഒരാള് ചെന്നാണ് വെളിച്ചത്ത് കൊണ്ടുവരാ. തെങ്ങ് കയറാൻ മടിച്ച്. ഇജ്ജ് തെങ്ങാറ്റേയും പോകണ്ടാ? ഞാനല്ല, അവിടെ പറമ്പിൽ തേങ്ങടാണ്ട്. എന്റെ പറമ്പല്ലാന്ന് കരച്ച് നോക്കണ നമുക്ക് പറമ്പില്ലല്ലോ. വാവാ ഇജ്ജ് എന്താണ് തെങ്ങൊക്കെ എന്താണ് ഇങ്ങനെ തിരിക്കാൻ പോണ്ടില്ലേ? ഞാൻ എടുത്ത പണി ഇജ്ജാണ് എടുത്തുക്കണില്ലേ? ഇപ്പൊ കരാറല്ലടാ, തോട്ടം തിരിക്കുന്നില്ലേ? എന്നോട് പറയാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് ഞാന് ലൈറ്റ് പോയിട്ട് മോട്ടർ ലൈറ്റ് ഓഫ് ആക്കാതെ പോന്നില്ലേ? എന്നിട്ട് നല്ല വെള്ളമായിട്ട് കറണ്ട് ബില്ല് കൂടിയില്ലേ അവർക്ക്. അതിന്റെ ശേഷം പിന്നെ പറമ്പിലൊന്നല്ല അത് ഞാൻ ചെയ്യില്ലല്ലോ. കുഞ്ഞാപ്പൂ എടുക്കണ പറമ്പില് ഞാൻ അങ്ങനെ പാടില്ല. ആരും വിളിക്കുന്നില്ല. ഈ വക പൊട്ടത്തരം കാണിച്ചാടാ. ഞാൻ ആ പ്രകാശനെ കണ്ടപ്പോ വർത്താനം പറയാൻ പോയതാണല്ലേ. എന്തായാലും അത് നന്നായി, എന്റെ പണിയും പോയില്ല. മറന്ന് എന്നിട്ട് ഞാൻ ആ മോട്ടർ ഓഫാക്കാൻ മറന്നിട്ടാ. വ്യത്യാസം എല്ലാം എടുത്തില്ല താത്ത എത്ര ഓഫാക്കിയത്. അവരൊക്കെ പറയും ചെയ്ത് പറഞ്ഞില്ല. എന്നോട് ഇറങ്ങി ഈ വൈകി കണ്ടു പോയത് ഇറങ്ങി. അതിപ്പോ അങ്ങനെ തന്നെ ഓരെ കാണാതെ മാങ്ങ ഇറക്കാൻ പോരും.
എന്നോട് പറയാന് ഞാൻ പുലർച്ചെ പോവും, രാവിലെ പോട്ടാ. മരത്ത് ടോർച്ചുണ്ട്, ആ ടോർച്ചിട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് പോട്ടാ. എന്നിട്ട് മാങ്ങൊക്കെ ഞാൻ വൃത്തിയുണ്ട്. ഞാനോട് പറയണ്ടട്ടാ, പൈത്താങ്ങണ്ട് പൈത്താങ്ങണ്ട്. ഇനിയിപ്പോ ഓല് കാണാതിരുന്നാ മതി, ഞാൻ പറഞ്ഞിട്ട് ആരും അറിയില്ല. പൈത്താങ്ങണ്ട്. ഉമ്മ പറയും നോമ്പ് തുറക്കുമ്പോ ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് തിന്നാൻ. ആരാന്റെ മുതലല്ലേ എടുക്കാൻ പാടുണ്ടോ? കുഞ്ഞാപ്പോ ആരാന്റെ മുതലല്ല, വീണ് പോണതാണ്. എന്നാലും വീണ് പോണാണ് ചോദിക്കാൻ എടുക്കാൻ പാടില്ല. ഞങ്ങൾ നാളൊക്കെ ചോദിച്ചിരുന്നു. ഇന്നാള് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ പറമ്പിക്കേ കിടക്കരുത് പറഞ്ഞു. പറഞ്ഞില്ല, എന്നിട്ടാണ് പോയി എടുക്കണത്. അപ്പൊ ഒരു കാണാതെ എടുക്കണുള്ളൂ. ഇടക്കാ കണ്ടിട്ടെടുത്തല്ല ആരാന്റെ ആവുള്ളൂ. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോട് പറയണ്ട, കാര്യന്റെ എല്ലാം വിളിക്കോ വേണ്ട ഇജ്ജേ നോക്കട്ടെ. നെജ് വിളിക്കോ, ഞാൻ പോട്ടെന്നാ പോവാണ്. എന്നുവെച്ച് പിന്നെ വാട്ടാ ഇത് കൊടുക്കണ മുത്താപ്പാടെ. അല്ല ഇജ്ജ് അവിടൊക്കെല്ലേ അല്ലേ ഇജ്ജ് ഇല്ലാത്തോടത്ത് ഇങ്ങനെ നുള്ളണ്. അത് അവിടെ ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ അല്ല. ഇതൊക്കെ ഇല തന്നെയാണ്. അവിടെ അത് ഉണങ്ങിയതല്ലേ. പോയിക്കോട്ടാ. എന്നാ ഞാൻ പോട്ടെന്നാ.